ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഓർഗനൈസർ ബോക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാത്ത ഓരോ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു ഓർഗനൈസർ ബോക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് ബോക്സ് നമുക്ക് വേണമെങ്കിൽ റിമോട്ടൊക്കെ വെക്കാനോ, പിന്നെന്താ പെൻ സ്റ്റാൻഡായിട്ടോ, പിന്നെ നമ്മുടെ പെയിൻറ്റിങ് ബ്രഷസ് ഇടുന്ന ഇതായിട്ടോ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഓർഗനൈസർ ബോക്സ് യൂസ് ചെയ്യാം. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു എന്താ പറയുക, റിമോട്ട്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ് ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോസസ്സ് നോക്കാം. ഈ ബോക്സിൻ്റെ ഒരു സൈഡിൽ ഞാൻ 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ ഈ ബോക്സിൻ്റെ സെയിം ലെങ്ത് തന്നെ വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം, ഞാൻ ആ ഒരു പീസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് രണ്ടായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടണം. ആ രീതിയിലാണ് ഞാനിതിനെ ആദ്യം മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്ററും അപ്പുറത്തെ സൈഡ് ബോക്സിൻ്റെ ശരിക്കുള്ള ലെങ്ത്തുമാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെ നമ്മുടെ കോർണേഴ്സൊക്കെ ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് പിന്നീട് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തെടുത്തത്. ഇനി ഞാൻ 3 എന്താ പറയുക, കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോക്സിൻ്റെ അകത്ത് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ബോക്സിൻ്റെ അകത്ത് ആ ലെങ്ത്ത് നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ ആ മെഷർ ഉണ്ടല്ലോ, അതേ മെഷർമെൻറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ 3 കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഓരോ കമ്പാർട്ട്മെൻറ്റ്സും നമുക്ക് എങ്ങനെയാണ് തിരിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ച് തന്നെ അത് എത്ര എന്താ പറയുക ലെങ്ത്തിൽ കട്ട് ചെയ്യണം എന്നുള്ളത് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഇതൊരു ഈസി മെത്തേഡാണ്. നമുക്ക് അതിനകത്ത് വെച്ച് നോക്കിയിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ച് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് വരച്ചു കൊടുക്കാം. അതിൻ്റെ ഹൈറ്റ് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്കങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. സോ ഇതുപോലെ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഏറ്റവും ബാക്കിൽ വരുന്ന കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, പിന്നെ മിഡിലിൽ നോർമലാണ്, പിന്നെ ഏറ്റവും ചെറുതുമുണ്ട്. അപ്പം ഈ 3 ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തൊരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ സൈഡ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു എന്താ പറയുക, ഓപ്ഷണൽ മെത്തേഡാണ്. വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഞാനൊരു ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ 2 പീസസും അതിൻ്റെ സൈഡിലും ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ബോക്സിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ രീതിയിൽ 2 സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ബോക്സിനകത്തോട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് കുറച്ചും കൂടി ഈസി മെത്തേഡാണെന്ന് തോന്നുന്നു. ഞാൻ വേറെയും വീഡിയോസ് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഈ ഓർഗനൈസേഴ്സ് ബോക്സിൻ്റെ. പക്ഷേ ഈ ഒരു രീതി കുറച്ചും കൂടി എനിക്ക് എളുപ്പമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാനിത് ആഡ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇതിൽ കാണാമല്ലോ എന്ത് എളുപ്പമാണെന്നുള്ളത്. നമുക്ക് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസർ ബോക്സിൻ്റെ ഒരു 50% ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ച് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇത് മതി. ഇതിൽ നമുക്ക് ഇനി പെയിൻറ്റും കൂടെ അടിച്ചിട്ട് നമുക്കൊരു ഓർഗനൈസർ ബോക്സ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇത് വേണ്ട, കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് എന്താ പറയുക വൈറ്റ് ഗ്ലൂവും ഒരു വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് മിക്സി എടുത്തിട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് കുറച്ച് ടിഷ്യൂ പേപ്പറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഓർഗനൈസർ ബോക്സിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ഗ്ലൂവും ഒരു തിൻ ലെയർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വീണ്ടും ഗ്ലൂവിൻ്റെ ഒരു തിൻ ലെയർ വീണ്ടും ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത്. ഈ ടിഷ്യൂ പേപ്പറും ഈ ഗ്ലൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോക്സ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. പിന്നീട് എന്താ പറയുക, ഈ കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ പിന്നീട് ചുളുങ്ങി പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ടിഷ്യൂ പേപ്പറും ഗ്ലൂവും കൂടി ഇങ്ങനെ ഈ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോക്സ് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആവും. പെട്ടെന്ന് ഇളകി പോകാത്ത രീതിയിൽ എന്താ പറയുക സ്ട്രോങ് ആവും. പിന്നെ എല്ലാ സൈഡും ഞാൻ ഈ ടിഷ്യൂ പേപ്പറും ഈ ഗ്ലൂവും വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇളകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി എന്താ പറയുക സ്ട്രോങ് ആവും. ആ രീതിയിൽ ഇപ്പോൾ എല്ലായിടത്തും ഇത് ഇഷ്ടമുള്ളൊരു പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് എടുക്കാം. അതും ഓക്കെയാണ്.
ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഗ്ലൂ ഒക്കെ അപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് ടിഷ്യൂ പേപ്പറിൻ്റെ. അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇനി ഒരു 8 hours അടുപ്പിച്ച് ഉണങ്ങാൻ വെക്കാം. വെയിലത്ത് വെക്കുകയാണെങ്കിൽ അപ് ടു 3 hours മതി. അപ്പോൾ കണ്ടോ, അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയതുകൊണ്ടോ. നമുക്ക് എന്താ പറയുക, സാധാ ഇത് കിട്ടുമ്പോൾ ഇത്രയും ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. പക്ഷേ ഈ ടിഷ്യൂ പേപ്പർ വെച്ചുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയതുപോലെ തോന്നുന്നില്ലേ. അപ്പം ഇനി ആർക്കെങ്കിലും ഈ സ്റ്റേജ് വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പെയിൻ്റ് അടിച്ച് വെക്കാവുന്നതാണ്. പക്ഷേ ഞാൻ വീണ്ടും വേറൊരു സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. അത് ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആക്കണം തോന്നിയത് കൊണ്ടാണ്. പിന്നെ വേറൊരു റീസൺ പറയുകയാണെങ്കിൽ, ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കൂടി വീണ്ടും പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ടിഷ്യൂ പേപ്പർ എന്താ പറയുക, നനയാൻ വീണ്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ടിഷ്യൂ പേപ്പർ ഇളകിപ്പോവാൻ ചാൻസ് ചെറുതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ലെയറും കൂടി പേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഈ ബോക്സിന് എല്ലാ സൈഡിൻ്റെയും മെഷർമെൻറ്റ് എടുത്തിട്ട് ആ രീതിയിൽ പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബോക്സിൻ്റെ അകത്തെ ഭാഗമാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഞാൻ ആദ്യം സിസേഴ്സൊക്കെ വെച്ചും പിന്നീട് സ്കെയിലൊക്കെ വെച്ചിട്ടും അകത്തൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ബിക്കോസ് അകത്തൊന്നും ചുളു വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ സ്കെയിൽ വെച്ച് ഞാനൊന്ന് നന്നായിട്ടും, സ്കെയിലല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൂൾ, നമുക്ക് കിട്ടുന്ന ടൂൾ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പുറത്തെ ഭാഗം ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അകത്ത് എത്രമാത്രം നമുക്ക് രീതിയിൽ ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ ഞാൻ ഭംഗിയാക്കി എടുക്കുന്നുവെന്നേ ഉള്ളൂ. വേറൊന്നുമില്ല ഇത് കമ്പൾസറി ഒന്നും അല്ല ഈ ഒരു സ്റ്റെപ്പ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അത് കവർ എടുക്കുന്നതേ ഉള്ളൂ. ബ്രൗൺ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കൂടി കുറച്ച് എന്താ പറയുക കളർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വേറെ എന്തെങ്കിലും സ്റ്റോൺസോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാതെ വേണമെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊരു കവറിങ് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ലുക്കായിരിക്കും. ഇത് പിന്നെ എൻ്റെ എന്താ പറയുക ലിവിങ് റൂമിൻ്റെ ആ ഒരു കളറിന് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്രൗൺ കളർ എന്താ പറയുക ഓർഗനൈസർ ബോക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ വേറെ ആണെങ്കിൽ നമുക്ക് വൈറ്റ് സിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും വൈറ്റ് സിമെൻറ്റ് പേസ്റ്റ് വല്ലതും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ അത് അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി റിസ്ക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. പക്ഷേ ഈ ഒരു ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്. കണ്ടില്ലേ, കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്നുണ്ട് ഈ ബോക്സിന്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഞാൻ ഇതുപോലെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബ്രൗൺ കളറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് വെക്കാമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കണ്ടിട്ട് നല്ലൊരു ഓർഗനൈസർ ബോക്സിൻ്റെ ഒരു ലുക്കില്ലേ. ഇങ്ങനെ വേണമെങ്കിൽ
നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഇതിൽ വേണമെങ്കിൽ പിന്നീട് ഡിസൈൻസ് എന്തെങ്കിലും നമുക്ക് വരയ്ക്കണമെങ്കിൽ വരച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇതിനെ ഒന്ന് കളർഫുൾ ആക്കണോ ആ രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതെല്ലാം നമ്മുടെ ഓൺ ചോയ്സാണ്. അപ്പോൾ ഇതുപോലത്തെ DIY ഒക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. എന്തായാലും ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ലിവിങ് റൂമിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്